മിനിയാന്നത്തെ വീഡിയോയിൽ ബസ് കയറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ വീട്ടിലേക്ക് എത്തി. ഇനി വ്ളോഗ് ഇട്ടിട്ടാന്നേ ഉള്ളൂ. ഒരു രാവിലെ 5:30 ആ സമയത്ത് ബോവിക്കാനെത്തി. പിന്നെ നമ്മൾ റിക്ഷയിൽ വീട്ടിലേക്കും എത്തി. നല്ല മഞ്ഞും കുളിരും കുറച്ച് മഴയെല്ലാം ഉണ്ടായിരുന്നു. എന്തൊരു തണുപ്പ്. വീട്ടിലേക്ക് എത്തിയ പാടെ തന്നെ കിടന്നുറങ്ങി. അത്ര ഉറക്കം വരുന്നുണ്ടായി. കണ്ണ് കാണുന്നുണ്ടായിട്ട് ഉറക്കം വന്നിട്ട്. എന്നിട്ട് ഉറങ്ങിയിട്ട് എണിച്ചത് ഒരു 11 മണിയാകുമ്പോൾ എണിച്ചിട്ട് നവരാത്രിയല്ലേ റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോയി. പോകുമ്പോഴത്തേക്ക് എന്നെ കണി കണ്ടത് നല്ലൊരു പുലീനെ. അങ്ങനെ പുലീനെ കളിയും കണ്ടിട്ട് നമ്മ വഴുമ്പുന്നടുത്ത് പോയി. എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഒന്ന് തന്നെ, എപ്പോൾ വന്നത്, രാവിലെ എത്തിയോ, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ, എല്ലാവരും തന്നെ ചോദിക്കുന്നത്. അതിനിടയ്ക്ക് ബിത്ത് ചോറ് കഴിക്കുന്നുണ്ട്. അത് ബിത്തുവിൻ്റെ മുത്തപ്പൻ്റെ മോൾ അപ്പുറത്തുള്ളത്. അങ്ങനെ അവരെല്ലാം വേവിച്ചിട്ടായിട്ട് പിന്നെ നമ്മ വേവിക്കണ്ടേ, നമ്മളും വേവിച്ചു. ഇന്ന് ചോറ്, സാമ്പാർ, വറവ്, പിന്നെ മഞ്ഞ ചോറ് അതെല്ലാം ഉണ്ടായി. നല്ല ഫുഡ്. ചോറ് കഴിച്ച പാടും മഴ. അങ്ങനെയെങ്കിൽ വീട്ടിലേക്ക് പോകാൻ നമുക്ക് അതും കഴിയുന്നില്ല. മഴയോ മഴ. എന്നിട്ട് ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇളയമ പറഞ്ഞു അതാണ് ഒരു പേരക്ക നമുക്ക് പറിക്കാറുണ്ട്, എൻ്റെ മതിൽ കയറിയിട്ട് പറിച്ചതാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് പുലി വീട്ടിലേക്കും വന്നു. ഈ നവരാത്രി ആകുമ്പോൾ ഇല്ല എത്ര പുലി അറിയോ, ഒന്ന് തിരിയുമ്പോൾ ഒന്ന് തിരിയുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് കേട്ട് കേട്ട് കേട്ടില്ലേ മടുക്കുന്ന ഒരവസ്ഥ. എന്നാൽ നല്ല രസമുണ്ട്. നവരാത്രി കഴിഞ്ഞെങ്കിൽ ഇത് ഓർമ്മയാവും, അയ്യോ അങ്ങനെ ആവണമായിരുന്നു ഇനി ഒരിക്കാന്നൊരു ഇത്. നല്ല രസമുണ്ടായിരുന്നു. ഈ പുലി അനന്തുവിനെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന പോലെയാണ് കളിച്ചത്. ഒരു ഭാഗം ഓൻ്റെ മേക്ക് തന്നെ പോന്ന്. പിന്നെ രാത്രി നമ്മൾ വീണ്ടും പോയി റെഡിയായിട്ട്. ഇന്ന് കുണിത്ത ഭജന ഉണ്ടായിന്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷെ അത് ഞങ്ങൾ നോക്കിയിട്ട് അവിടെ ഫുൾ ആൾക്കാർ. പിന്നെ നമ്മൾ അവിടെ സൈഡിൽ ഇരുന്നിട്ട് ഭജന കേൾക്കാമെന്ന് വിചാരിച്ചു. കുണിത്ത ഭജന അല്ല, അമ്പലത്തിൻ്റെ തന്നെ ഭജന ഉണ്ടല്ലോ. ഈ ഒരു ഭജന സമയത്ത് അവിടെ കിട്ടുന്നൊരു ഓറ അത് പറയാതിരിക്കാൻ കഴിയില്ല. അത്ര സ്പെഷ്യലായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഞങ്ങൾക്ക് പാടാൻ അറിയില്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഇരിക്കലുണ്ട് വെറുതെ പാടുന്ന സമയത്ത്. പക്ഷെ ഇന്നലെ അവിടെ ഫുൾ ആൾക്കാരാണ്, സ്ഥലം ഉണ്ടായിട്ട്. അങ്ങനെ ഞാൻ പുറത്തിരുന്നിട്ട് വീഡിയോ എടുത്ത്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദിത. അവൾ എന്നെ കണ്ട സന്തോഷത്തിൽ ഓടി വന്നതാണ്. പ്രീഷേരെ കുഞ്ഞി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു കോലുമിട്ടായി ലോലിപോപ്പ് കൊടുത്തിട്ട് പോയി പിടിച്ചോന്ന് പറഞ്ഞിട്ട്. ഓള് വരുമ്പോഴത്തേക്ക് അതിനെല്ലാവരും മുറിച്ച് തിന്നിട്ടായിന്. അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. രാത്രിയും ചോറുണ്ടായിന്. ചോറും സാമ്പാർ, വറവ്, പായസം എല്ലാം ഉണ്ടായിന്. അങ്ങനെ നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് കഴിച്ചിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് സർപ്രൈസ് ഉണ്ട്. എന്താണ്, എൻ്റെ അനിയത്തി ഇൻറ്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിന്. ഓള് വന്നു. 4 മാസത്തെ ഷിംല ജീവിതത്തിന് ശേഷം ഓള് നാട്ടിലേക്ക് എത്തി. അതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.